സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നതിനോട് ഞാനത് കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം അങ്ങനെയൊക്കെ ആയിപ്പോ പതിയെ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം മാറിപ്പോയതായിരിക്കാം. അപ്പൊ ഫേക്ക് ആയിട്ട് അനീഷിന്റെ അടുത്ത് ഒരു പ്രണയം നടിച്ചു എന്നാണ് അനീഷ് പറയണേ. മേ ബി ആയിരിക്കാം. 3 വീക്സ് അനീഷ് അത് വിശ്വസിച്ചു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ ആരും മറക്കണ്ട എന്നുള്ളതാണ്. അനീഷ് തറയിൽ, അനീഷ് ഇത്ര തറയാവരുത്, കൂതറയാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അനീഷിന്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായിട്ട് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അനീഷ് പറയുന്ന കള്ളങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അനീഷ് നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. നിന്റെ പേരിന് പറ്റിയതാണ്. അനീഷ് തറയിൽ ഇത്രയും തറയാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഇത്രയും കൂതറയാവുന്നത് എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് നമുക്കറിയാം, മുമ്പ് അഞ്ജലിയുമായിട്ട്, അതായത് ബിഗ് ബോസിലെ അഞ്ജലി മേഡമുണ്ടല്ലോ, അവരുമായിട്ട് ഇവർക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം ലൈൻ കട്ട് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ. അതിനകത്ത് ആ ഇന്റർവ്യൂ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഈ പറയുന്ന അനീഷ് പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നിരത്തി അനീഷിനെ അങ്ങ് ഇല്ലായ്മ ചെയ്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആ ഒരു സാധനം. ഓക്കെ, അതിനകത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന സ്ത്രീവിരുദ്ധത, അതായത് ഞാൻ ബിഗ് ബോസിനകത്തോട്ട് കയറുന്നത് സ്ത്രീവിരുദ്ധത, എന്തുകൊണ്ട് എനിക്ക് സ്ത്രീവിരുദ്ധത ഉണ്ടായി, ഈ പറയുന്ന പെൺകുട്ടികൾക്ക് മെറ്റേണിറ്റി ലീവ് എന്ത് കൊടുക്കാൻ പാടില്ല എന്ന്, അതാണ് ഇവന്റെ മോട്ടീവായിട്ട്, മനസ്സിലായിട്ട് മോട്ടീവായിട്ട് ഇവൻ ബിഗ് ബോസിനകത്ത് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞാണ് അതിനകത്ത് കയറ്റി വിട്ടത്. അപ്പൊ അതുമായി പിന്നീട് സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ഒരുപാട് കള്ളങ്ങൾ എന്നെ അറിയിച്ചത്, ബിഗ് ബോസിലേക്ക് വരുന്നത് അറിയിച്ചത് 2 ദിവസം മുമ്പാണ്. അത് മോഹൻലാൽ പൊളിച്ചെടുക്കുന്നു, ഈ പറയുന്ന അഞ്ജലി മേഡവും അതിനകത്ത് പൊളിച്ചെടുക്കുന്നുണ്ട്. അതിനകത്ത് ഈ അഞ്ജലി മേഡം ചോദിക്കുന്നുണ്ട്, എന്ത് നിങ്ങൾ ഈ സ്ത്രീവിരുദ്ധത പറഞ്ഞുകൊണ്ടാണല്ലോ അതിനകത്തോട്ട് പോയത്, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ വന്ന് ഇങ്ങനെ ഒരു കമാന്നൊരു അക്ഷരം മിണ്ടിയില്ലെന്ന് പറയുമ്പോൾ അതിനുള്ള ആൻസർ പറയുന്നുണ്ട്. അത് പിന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്, പിന്നെ എനിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് സമ്മതിച്ചൊക്കെ പോയി നമ്മൾ അതിനൊക്കെ ട്രോളി കഴിഞ്ഞാണ്. പക്ഷെ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ലക്ഷ്മി നക്ഷത്രയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്ത് സെയിം കാര്യം വീണ്ടും അവൻ ആവർത്തിക്കുകയാണ്. വീണ്ടും പച്ചക്കള്ളം, കല്ലുവെച്ച നുണ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. അനീഷ് ഫാൻസുകൾക്ക് ആഘോഷിക്കാം. കാരണം ഇതുപോലുള്ള നാക്കെടുത്ത നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്നവനെയാണ് നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ലക്ഷ്മി നക്ഷത്രയുടെ ഇന്റർവ്യൂവിൽ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. അതിനുശേഷം അനീഷ് മുമ്പ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം അതൊന്ന് കേൾക്കാം. ഓക്കെ. പക്ഷെ എനിക്കറിയണ അനീഷ് അങ്ങനെ സ്ത്രീ വിരോധിയോ അങ്ങനെ ഒന്നുമല്ല. മനസ്സിൽ ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ടാണോ ബിഗ് ബോസിൽ കയറിയത്? അതെ. ലക്ഷ്മി നക്ഷത്ര ഈ ത്രൂ ഔട്ട് ഇന്റർവ്യൂവിൽ ലക്ഷ്മി നക്ഷത്രയുടെ ആ ബോഡി ലാംഗ്വേജ് നോക്കി കൃത്യമായിട്ട് ലക്ഷ്മി നക്ഷത്ര പറയുന്നത് മൊത്തം കള്ളമാണെന്ന്. പല ഇതിലും ഇവനെ ട്രിഗർ ചെയ്യുന്നു, പലതും ഇവനടുത്ത് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് ലക്ഷ്മി നക്ഷത്ര ഇവിടെ പറഞ്ഞത് അങ്ങനെ, അതായത് ഞാനൊരു സ്ത്രീവിരുദ്ധനാണ് എന്നുള്ള രീതിയിൽ അവിടെ വന്ന് അതൊരു കണ്ടന്റ് ആയിട്ട് ഒരു മോട്ടീവായിട്ട് എടുത്തുകൊണ്ടാണോ നിങ്ങൾ കയറി? അല്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ അതായിരുന്നു സത്യം. അതായത് നമ്മൾ ബിഗ് ബോസിനകത്ത് ഇന്റർവ്യൂവിന് കൊടുക്കുന്നത് എപ്പോഴും നമുക്കൊരു വിഷയം വേണം. ആ ഒരു വിഷയം ഞാൻ ഇവിടെ സംസാരിക്കും. ഇപ്പൊ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ അവിടെ പോയി സംസാരിക്കുമെന്ന് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നവരടുത്ത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവിടെ ചെന്ന് ഇതൊരു പ്രശ്നം ഉണ്ടാകാം, ഈ ഒരു സംഭവമായിട്ട് അവിടെ അടിയും തല്ലൊക്കെ ഉണ്ടാകും, അവർക്ക് കണ്ടന്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് കയറ്റി വിടുന്നത്. മനസ്സിലായോ? ഓക്കെ, ബാക്കി അതെന്താന്ന് വെച്ചാൽ സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നതിനോട് ഞാനത് കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം എന്ത് സ്ത്രീ വിരോധിയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് അനീഷ് പറയുന്നത്. കേട്ടല്ലോ, നിങ്ങൾ വ്യക്തമായി കേട്ടല്ലോ. അനീഷ് ഇവിടെ പറഞ്ഞത് സ്ത്രീ വിരോധിയാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഇതിന്റെ മുമ്പ് പറഞ്ഞ ഇന്റർവ്യൂ ഞാൻ ഇവിടെ വെച്ചിരുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോടെയും പക്വതയോടും കൂടെ പെരുമാറുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആ ഒരു നരേഷൻ എങ്ങനെ ഉണ്ടായിപ്പോയി എന്നുള്ളതും എനിക്കറിയില്ല. ബിഗ് ബോസിൽ എത്തുമ്പോ ആ ഒരു നരേഷൻ, അതായത് സ്ത്രീവിരുദ്ധത എന്ന് പറയുന്ന ഒരു നരേഷൻ എങ്ങനെ ഉണ്ടായി പോയി എന്നുള്ളതും അനീഷിന് അറിയില്ല എന്ന് അനീഷ് ഇവിടെ പറയുന്നത്. വ്യക്തമായി കേട്ടല്ലോ. ബാക്കി സ്ത്രീ വിരോധിയായിട്ട് എന്നെ ചിത്രീകരിച്ചോ എന്നുള്ളത് ടാർഗറ്റ് ചെയ്തതാണോ? മേ ബി ആയിരിക്കാം, എനിക്കറിയില്ല. മറ്റ് കണ്ടസ്റ്റൻസ് എന്നെ അങ്ങനെ ആക്കി തീർത്തതായിരിക്കാം. പക്ഷെ ജെനുവൻലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ സ്ത്രീകളോട്
ഏറ്റവും ബഹുമാനത്തോട് റെസ്പെക്ട് ചെയ്ത് പെരുമാറുന്ന ഒരാളാണ്. ശരി. ഓക്കെ, ഇതിനകത്ത് അനീഷ് പറയുന്ന സംഭവം ഇതാണ്. ഞാൻ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധതയല്ല, ഞാൻ അങ്ങനെയൊന്നും, എനിക്ക് ആ ഒരു ലേബൽ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അവിടെയുള്ള കണ്ടസ്റ്റൻസ് ആണ് എന്നെ അങ്ങനെ ആക്കി തീർത്തത്. പിന്നീട് അല്ലാതെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീകളോട് വളരെ ബഹുമാനത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇനി ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അഞ്ജലിയുമായിട്ട് നടത്തിയ ഇന്റർവ്യൂവിൽ അനീഷ് എന്ന് പറയുന്ന വളരെ വളരെ സത്യസന്ധനായ മനുഷ്യൻ പറഞ്ഞ സംഭവം കേൾക്കാമേ. അനീഷ് നമുക്ക് ആദ്യമായിട്ട് ഓഡിഷന് വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു, ഞാനും അനീഷും തമ്മിൽ തർക്കിച്ചൊരു വിഷയമുണ്ട്. എന്താ ഉറക്കം വരുന്നു. ഒരു കാര്യം എന്നാൽ അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം, സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല. എന്നോട് ഞാൻ ഓർക്കുന്നു. അഞ്ജലി ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അനീഷും ഞാനുമായിട്ട് മുമ്പ് സംസാരിച്ച ഒരു കേസ്, നമ്മൾ തമ്മിൽ പറഞ്ഞ് തർക്കിച്ച ഒരു കേസുണ്ട്, സ്ത്രീ വിരോധം. ഇതാണ് ഈ പറയുന്ന അനീഷിനോട് അഞ്ജലി പറയുന്നത്. അതായത് ഇന്റർവ്യൂവിന് മുമ്പ്, അതായത് ബിഗ് ബോസ് കയറുന്നതിന് മുമ്പുള്ള ഇന്റർവ്യൂവിൽ ഇവർ തമ്മിൽ മെയിനായിട്ട് തർക്കിച്ച ഒരു വിഷയമാണ് സ്ത്രീ വിരോധം. ഓക്കെ, ബാക്കി വല്ലാതെ ഓർക്കുന്നു. ഇവൻ 6 മാസം സ്ത്രീകൾക്ക് എന്തിന് മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാൽ മതി. അനീഷ് പറഞ്ഞു, എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം. അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം. ഇതൊന്നും ചെയ്തില്ലല്ലോ. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. മനസ്സിലായോ? 6 മാസം, അതായത് പ്രസവാനന്തര ലീവ് 6 മാസം കൊടുക്കുന്നതിനെ കുറിച്ച് അവൻ തർക്കിച്ചിട്ടുണ്ട്. അതെനിക്ക് അവിടെ വന്ന് പറയണം. ഈ സ്ത്രീകൾക്ക് എന്തിനും ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നു, അതെനിക്ക് ബിഗ് ബോസിൽ വന്ന് പറയണം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അനീഷ് അവിടെ കയറി പോയത്. എന്നിട്ട് അതൊന്നും ബിഗ് ബോസിനകത്ത് കണ്ടില്ലല്ലോ എന്നുള്ളതാണ് ഈ പറയുന്ന അഞ്ജലിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു അന്ന്. അതിന് അനീഷ് കൊടുത്ത മറുപടിയുണ്ട്, കേൾക്കാം. സോനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. മനസ്സിലായോ? ഇവിടെ സമ്മതിക്കുകയാണ്. അതായത് മെറ്റേണിറ്റിയുടെ കേസ് ഞാൻ പറഞ്ഞില്ല, ഓക്കെ, ബാക്കി പല സ്ത്രീകൾ കൊടുക്കുന്ന സംഭവത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അനീഷ് ഇവിടെ പറഞ്ഞത്. അതിനർത്ഥം സംസാരിച്ചിട്ടുണ്ട് ഒരു വിഷയം, അതായത് ഭർത്താവ് വെള്ളമടിച്ചു വരുന്ന ഭർത്താവ് സ്ത്രീയെ തല്ലി ഡിവോഴ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീയുടെ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഭർത്താവ് വെള്ളം ഒടിച്ച് തല്ല് കൊള്ളുന്നത് സഹിച്ചിരുന്നു എങ്കിൽ ആ ഒരു ഡിവോഴ്സിന്റെ ആവശ്യം വേണ്ടി വരില്ല എന്നൊരു പ്രസ്താവന അവിടെ നടത്തി. എല്ലാവരും കൂടിയിട്ട് പൊരിച്ചപ്പോൾ അവിടെ നിർത്തി എന്നുള്ളത്. അപ്പം ഇവിടെ അനീഷ് സമ്മതിക്കുന്നുണ്ട്, ഞാൻ ഈ സ്ത്രീ വിരുദ്ധത പറയാൻ വേണ്ടി സ്ത്രീകൾക്കെതിരായിട്ടാണ് നിൽക്കുന്നതെന്നും, അതുപോലെ മോഹൻലാൽ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ടാണ് ഇപ്പൊ വന്നിരുന്നു പച്ചക്കള്ളം ഉടുപ്പില്ലാതെ വന്ന് പറയുന്നത് എന്നുള്ളതാണ്. അവയർനെസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനെസ് കൊടുക്കണമല്ലോ. ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത്. എന്നെ എങ്ങനെയെങ്കിലും ഈ പൂട്ടിന്നൊന്ന് രക്ഷിക്കണം. അല്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നത്? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. മെറ്റേണിറ്റി ലീവ് 6 മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പൊ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. അസംബ്ലി പിരിച്ചുവിട്ടു. പെണ്ണുങ്ങൾക്ക് 6 കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി 1 കൊല്ലം കൊടുക്കൂ. അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. അത് പോയിന്റ്. ഞാൻ ചോദിച്ചു വന്നേ, അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരുന്ന അനീഷാണ് പോയി പ്രപ്പോസ് ചെയ്തത്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഇങ്ങനെ സ്ത്രീകൾ ഇത് അനീഷ് ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, സ്ത്രീ വിരോധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറി സമ്മതിക്കുന്നുണ്ട്. ഇത് ഏത് മന്ദബുദ്ധിക്കും അരിയാഹാരം കഴിക്കുന്ന ഏത് കൊച്ചുപയ്യനും മനസ്സിലാവുന്ന ഒരു സാധനമാണ്. ആണേ, ഓക്കെ. ഇനി അടുത്ത് അനുവിനെ പ്രപ്പോസ് ചെയ്ത കേസ്. അത് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടക്കുന്നത് കാണുന്നത്. അല്ലെങ്കിൽ അതിനൊന്നും ഇല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആയിപ്പോ പതിയെ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം മാറിപ്പോയതായിരിക്കാം. പൊന്നോ
ഇപ്പൊ 100 ദിവസമാണല്ലോ, അതിൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്ന ഒരു 45 ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോ അത്രയും സമയം കൊണ്ട് അത് മാറിയോ? അയ്യോ എനിക്കിപ്പോ ബോധം പോവും. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ എങ്ങനെയാണ് ഈ ശ്രീവിരുദ്ധത ബിഗ് ബോസ് വീടിനകത്ത് കയറിയപ്പോൾ നിങ്ങൾക്ക് മാറി എന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞ ഉത്തരമാണ് 10-45 പേര് ഒരുമിച്ച് പെണ്ണുമാണുമായിട്ട് ഒരു റൂമിൽ കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കണ്ട് മതിമറന്നു പോയി എന്റെ ശ്രീവിരുദ്ധത എന്റെ നിന്ന് മാറിപ്പോയതായിരിക്കാം എന്നുള്ള ആൻസറിനെ മറുപടി പറയുന്ന അഞ്ജലി എങ്ങനെയാണ് 45 ദിവസം കൊണ്ട് താങ്കളുടെ മനസ്സിൽ ഇതുവരെ കടന്നുകൂടിയിരുന്ന ശ്രീവിരുദ്ധത മാറിയോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടല്ലോ, ഇത് കൃത്യമായിട്ട് അറിയാൻ മനസ്സിലാവും ശ്രീവിരുദ്ധത. അതായത് ഇവിടെ അനീഷ് എന്ന് പറഞ്ഞ ഒരു എനിക്കൊന്ന് ബേസിക്കലി അവനൊരു ശ്രീവിരുദ്ധനല്ല എന്നുള്ളതാണ്. അതായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ബിഗ് ബോസിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അവന് കൃത്യമായിട്ട് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം, അതിനകത്ത് കയറണമെങ്കിൽ എന്തൊക്കെ പറയണമെന്നറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു സ്ഫോടനം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫൈറ്റിന് സാധ്യതയുള്ള ഒരു സംഭവം ഒരു മോട്ടീവായിട്ടുമാണ് ഞാൻ അവിടെ പോകുന്നത് എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചിട്ട് അവിടെ വന്ന് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ എല്ലാവരും കൂടി എടുത്ത് ഉടുത്തപ്പോൾ അവിടെ തീർന്നു എന്നുള്ളതാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്ന് പറയുന്നത് എന്താണ്, നേരത്തെ നമ്മൾ കാണിച്ചെന്താണ്, അതായത് എനിക്ക് എങ്ങനെ ആ ഒരു പേര് വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് അടുത്ത് പറയുന്നതിൽ എല്ലാവരും കൂടി വളച്ചൊടിച്ച് എന്റെ ഒരു ശ്രീവിരുദ്ധനാക്കിയത് എന്നാണ്. അനീഷ ഉളുപ്പുണ്ടല്ലോ, ഉളുപ്പെന്ന് പറയുന്ന സാധനം നീ കേട്ടിട്ടുണ്ടോ അനീഷ? ഉളുപ്പ്. അപ്പോ ഇതൊന്ന് ഇനി അടുത്ത ഇന്റർവ്യൂവിലുള്ള മറ്റു ഭാഗങ്ങൾ വയ്ക്കാം. കുറച്ചുണ്ട് കേട്ടോ. ചോദിക്കാൻ വന്നിരുന്നതാണ് അനീഷിന്റെ ലൈക് ദ അതർ പേഴ്സണോടുള്ള ആ ഒരു ഇഷ്ടം അതൊരു ലവ് സ്ട്രാറ്റജി ആയിരുന്നോ എന്നെനിക്ക് ചോദിക്കണം. ഒരിക്കലും അല്ല. അതായത് എനിക്ക് അതിനു മുൻപ് ഒരു 3-4 ആഴ്ചകൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തന്നുകൊണ്ടേയിരുന്നു. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് അതില് ഒരു വിഷമവും ഇല്ല. കാരണം സൂചനകളൊക്കെ തന്നിരുന്നോ? ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. സൂചനകളൊക്കെ തന്നിരുന്നു. അനീഷ ഒരു പെൺകുട്ടി അവിടെ ഇരുന്നുകൊണ്ട് ഒരു തമാശ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ അമിതമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ആരെങ്കിലും ഒന്ന് ചിരിച്ചു അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്നം ഇങ്ങനെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് ലൈനാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അല്പനാണോ താങ്കൾ എന്നുള്ളതാണ്. അതായത് അവൻ പറയുന്നത് വെച്ചാൽ 3 ആഴ്ച കൊണ്ട് അവന് സൂചനകൾ തന്നിരുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ കണ്ട ആർക്കും തോന്നിയില്ല അതൊരു യഥാർത്ഥ ലവ് ആണെന്നോ ഒന്നും തോന്നിയില്ല. അതൊരു തമാശയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്. അത് കൃത്യമായിട്ട് ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് ഒരാളുടെ ഒരു ആത്മാർത്ഥമായിട്ടൊരു പ്രണയമാകുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നോ അതൊരു തമാശയ്ക്കാണോ അത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് കൃത്യമായിട്ട് അതുപോലും അനീഷിന് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ മേ ബി അനീഷ് അങ്ങനെ ഒരു പ്രപ്പോസൽ ചെയ്തത് കൊണ്ട് അനീഷിന് അത് മനസ്സിലായി കാണത്തില്ല എന്നുള്ളത്. ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി, അനീഷിന് അത് മനസ്സിലായി കാണത്തില്ല എന്നുള്ളത് സത്യം തന്നെയായിരിക്കും. അനീഷ് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം ഇല്ലാത്തത് കൊണ്ട് അവന് പറ്റിപ്പോയ ഒരു അബദ്ധമായിരിക്കും. അതിന് കുറ്റം പറയുന്ന അനുമോളെ അല്ല താങ്കളെയാണ്. താങ്കൾക്ക് അത്രയ്ക്കുള്ള ലോക വിവരം ഇല്ലാത്തത് കൊണ്ട് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം എന്തെന്ന് അറിയാത്തത് കൊണ്ട് അവരെന്തൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തെറ്റിപ്പോയതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഞാൻ അതാണ് പറയുന്നത്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് എന്താണ് മേ ബി അതാ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴും സെലിബ്രിറ്റികളെ കുറച്ച് പേടിയാണ്. കാരണം ഇവരുടെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. കുറെ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. ഞാൻ ലക്ഷ്മിയോട് തുറന്നു പറയണേല് വിഷമം വിചാരിക്കുന്നത് കുറെ സെലിബ്രിറ്റികൾ ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഫേക്ക് ആയിട്ട് അനീഷിന്റെ അടുത്ത് ഒരു പ്രണയം നടിച്ചു എന്നാണ് അനീഷ് പറയണത്. മേ ബി ആയിരിക്കാം. 3 വീക്സ് അനീഷ് അത് വിശ്വസിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെയല്ല എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞേ? അത് ആ ഒരു വീഡിയോ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. അങ്ങനെയല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം അവിടെ ലൈൻ കട്ട്. ഓക്കെ, ഇതാണ് പറഞ്ഞത്. അതായത് ഞാൻ അത് എവിടെ അടുത്തിരുത്തിക്കൊണ്ടാ പറയുന്നത് സെലിബ്രിറ്റീസ് മൊത്തം ഫേക്ക് ആണ് എന്നുള്ളത്. ഒരു പരിധിവരെ സെലിബ്രിറ്റിയിലെ പലതും നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും അല്ല. ഇപ്പൊ തന്നെ നമുക്കറിയാലോ പല സെലിബ്രിറ്റീസും ഈ കുട്ടികൾ നമ്മുടെ തന്നെ കുട്ടികൾ അവിടെ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇളക്കി കിടന്ന അടി കൊണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുമ്പോൾ ചോര ഒലിച്ച് നടക്കുമ്പോൾ പല സെലിബ്രിറ്റിയിലും വന്ന് അവിടെയും ജാതിയും മതവും ഒക്കെ കുത്തി കയറ്റിക്കൊണ്ട് നിൽക്കുന്ന സെലിബ്രിറ്റീസ് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി
ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഇങ്ങനെ കയറുന്നു, ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നു, അതിനുശേഷം പിന്നാലെ അനുക്കുട്ടി കാലെടുത്ത് വെക്കുന്നു. അപ്പോ ഈ തിരിഞ്ഞു നിന്നിട്ട് അനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ആരാ മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു സ്ട്രാറ്റജി ആയിരുന്നോ? സത്യം പറയണം, അനുവിനെ അറിയേയില്ലായിരുന്നോ? അനു ആകെ പ്ലിങ്ങായി പോയി, ചമ്മിപ്പോയി. അല്ല, അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മള് റിയൽ ലൈഫില് ഇപ്പൊ ഞാൻ ടി വിയിലൂടെ ഒക്കെ കണ്ടിരിക്കുന്ന ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, കുറച്ചും കൂടെ എന്താ പറയാ, എനിക്ക് തോന്നി നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഷോയില് എൻട്രി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേറൊരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ലക്ഷ്മി എന്റെ അടുത്തിരിക്കുമ്പോഴും അതല്ല, ലക്ഷ്മി ഇപ്പൊ അടുത്തിരിക്കുമ്പോൾ ലക്ഷ്മി ഇപ്പം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ നേരിട്ട് കാണുമ്പോ ചിലപ്പോ നമുക്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായി ഞാൻ പറയുന്നതിന്റെ ട്രൂ സെൻസ് ലക്ഷ്മിക്ക് മനസ്സിലായാവോ? ഊഹിച്ചെടുക്കാം. അടുത്ത ഏറ്റവും വലിയ നുണയാണ് ഇതും സത്യം പറഞ്ഞ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു നുണയാണ് ഇവൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അനുമോളെ അവിടെ വന്നപ്പോൾ അവന് മനസ്സിലായില്ല. കാരണം എന്താണ്? ഓവർ മേക്കപ്പ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ സ്റ്റാർ മാജിക്കിൽ കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഒരു റിയൽ ആയിട്ടാണ് തോന്നുന്നത്. അന്ന് കണ്ടപ്പോൾ ഓവർ മേക്കപ്പ് ആയിരുന്നു എന്നുള്ളത്. അതായത് അനുമോളെ ഇവൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റാർ മാജിക്കിൽ അവൻ മേക്കപ്പ് വഴി തന്നെ കണ്ടിട്ടുള്ളത്. അവിടെ വെച്ച് സത്യം പറഞ്ഞാൽ അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമുള്ളൂ. അവിടെയും വെറുതെ കിടന്ന് ഉരുണ്ട് മേക്കപ്പ് ആയത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നിനക്ക് യഥാർത്ഥത്തിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ നിനക്ക് എന്തോ ഒരു കാര്യമായ വിഷയമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു കുട്ടി ആർക്കായാലും അത് കണ്ടു കഴിഞ്ഞാൽ അനുമോളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അവിടെ വന്നിട്ട് വീണ്ടും പച്ചക്കള്ളം ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ പറയാൻ അനീഷ് തറയിൽ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. കള്ളത്തിന് മേൽ കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ബിഗ് ബോസ് വീട്ടിനകത്ത് PR എന്താണെന്ന് എനിക്കറിയത്തില്ല. അയ്യോ, PR അതിന് ലാലേട്ടൻ വന്ന് വലിച്ചു പൊളിച്ചു. അതുപോലെ എന്നെ അറിയിച്ചത് 2 ദിവസം മുമ്പാണ് എന്നെ ബിഗ് ബോസിൽ നിന്ന് അറിയുന്നത്. എനിക്ക് വലുതായിട്ടൊന്ന് പാക്കപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ അനീഷിന്റെ വലിയൊരു കള്ളം പൊളിച്ചടിക്കുക. അവിടെ മോഹൻലാൽ നേരിട്ട് വന്ന് ചോദിക്കുമ്പോൾ ആ മോഹൻലാലിന്റെ അടുത്ത് പോലും വീണ്ടും കള്ളം ആവർത്തിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഒരാഴ്ചക്ക് മുമ്പ് വരെ ഷൂട്ട് ചെയ്തത് അവന് മറന്നുപോയി. പ്രൊമോ ഷൂട്ട് ഉണ്ടല്ലോ, അത് മറന്നുപോയി. അതായത് 10, 15, 14 ദിവസം മുമ്പാണ് അവനെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം അതിനുശേഷം ഒരുപാട് സംഭവങ്ങളുണ്ട്. മെഡിക്കൽ പിന്നെ ടെസ്റ്റ് ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു 2 ആഴ്ചക്ക് മുമ്പൊക്കെ ഇവർക്ക് അറിയിച്ചില്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ അനീഷ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് നമ്മളോട് വിട്ടാണ്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അടുത്ത ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടി, ഇത്രയും മാസങ്ങൾക്ക് ശേഷം അടുത്ത ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടി വാതിൽക്കൽ വന്നിരിക്കും ഇതുപോലൊരു വലിയൊരു കള്ളം വിളിച്ച് പറയുന്നത്. അതിൽ നിന്നും ഒരു കാര്യം, ഇപ്പോഴും അനുമോളുമായിട്ടുള്ള അവന്റെ ഉള്ളിലുള്ള ആ ഒരു പകയുണ്ടല്ലോ, ആ ഒരു ദേഷ്യമുണ്ട്, അത് ഇതുവരെയായിട്ട് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. അനീഷേ, ഗ്രോ അപ്പ്. ജയ് ഹിന്ദ്.